Hi friends, welcome to my YouTube channel Start Vinci. മറ്റൊരു യൂസ്ഫുള്ളായ പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുരുഷന്മാർ പ്രധാനമായും പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അഭിപ്രായപ്പെടുന്ന വലിയൊരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ അഥവാ കഷണ്ടി. അതിനുള്ള 100% റിസൾട്ട് തരുന്ന ഒരു മെഡിസിനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പല പുരുഷന്മാരിലും കണ്ടുവരുന്നതാണ് ഇത്തരത്തിലുള്ള കഷണ്ടി. അതായത് തലയുടെ ഒരു ഭാഗത്തിൽ നിന്ന് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവിടെയുള്ള മുടി ഇങ്ങനെ നേർത്തതായിട്ട് പിന്നെ അത് കൊഴിഞ്ഞു പോകുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പല കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാരിൽ ഈ കഷണ്ടി ഉണ്ടാവാം. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ജെനറ്റിക് ഓർ ഹെറിഡിറ്ററി ആണ്. അതായത് പാരമ്പര്യം കാരണം നമ്മുടെ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലുള്ള കഷണ്ടി ഉണ്ടെങ്കിൽ പിന്നീട് ഉള്ള തലമുറയിൽ പുരുഷന്മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം പുരുഷന്മാരുടെ സെക്സ് ഹോർമോണായ ആൻഡ്രോജനാണ്. അതായത് ഈ ആൻഡ്രോജന് പുരുഷന്മാരുടെ മുടി വളർച്ചയെ വല്ലാതെയായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അതിലുള്ള ആ ഹോർമോണിലെ ഏറ്റക്കുറച്ചിലും ഇതുപോലുള്ള മുടി കൊഴിച്ചിലിന് കാരണമാവാം. ഇങ്ങനെ പുരുഷന്മാരിലുണ്ടാകുന്ന കഷണ്ടിക്ക് വളരെ ഫലപ്രദമായ ഒരു മെഡിസിനാണ് മിനോക്സിഡിൽ. ഈ മിനോക്സിഡിൽ 2 കോൺസെൻട്രേഷനിൽ അവൈലബിൾ ആണ്. അതായത് മിനോക്സിഡിൽ 2% അതേപോലെ തന്നെ മിനോക്സിഡിൽ 5%. മിനോക്സിഡിൽ 2% എന്ന് പറഞ്ഞാൽ 1 മില്ലിയിൽ 20 മില്ലിഗ്രാം മിനോക്സിഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ 5% 1 മില്ലിയിൽ 50 മില്ലിഗ്രാം ഉണ്ടാവും. മിനോക്സിഡിൽ 5% പുരുഷന്മാർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മിനോക്സിഡിൽ 2% പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 3 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 2 ആൾക്കും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു മെഡിസിനാണ് മിനോക്സിഡിൽ. ഈ മിനോക്സിഡിൽ 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് ഫലപ്രദം. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള ചിലർക്കുണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലിനും ഇത് ഫലപ്രദമാണ്. പാരമ്പര്യം മൂലം ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ പുതിയ മുടി വളരാൻ വേണ്ടിയും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ തലയോട്ടിയിലുള്ള ബ്ലഡ് വെസലിലേക്ക് രക്തയോട്ടം കൂട്ടുകയും അതുവഴി മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുകയാണ് മിനോക്സിഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായി കഷണ്ടി ഉള്ളവർക്കും അതുപോലെ തന്നെ വളരെ കൂടുതൽ ഏരിയയിൽ കഷണ്ടി ഉള്ളവർക്കും ഇത് അത്ര ഫലപ്രദമല്ല. പല ബ്രാൻഡ്സിൻ്റെ മിനോക്സിഡിൽ 5% സൊല്യൂഷൻ അവൈലബിൾ ആണ്. ഇതൊരു ടോപ്പിക്കൽ സൊല്യൂഷനാണ്. അതായത് നമ്മുടെ തലയോട്ടിയുടെ മുകളിൽ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള 2 ബ്രാൻഡ്സാണ്. ഒന്ന് ഹെയർ ഗ്രോൻ്റേത് വരുന്നത് ഇങ്ങനെയാണ്, സ്പ്രേ മോഡൽ തന്നെയാണ് അതും വരുന്നത് ഇങ്ങനെ. അതുപോലെ തന്നെ ഹെയർ ഗെയിൻ്റെ 5%. ഇത് കൂടാതെ റീഗെയിൻ എന്നൊരു ബ്രാൻഡിൻ്റെ കൂടി ഉണ്ട്. അതും വളരെ നല്ലൊരു ബ്രാൻഡാണ്. റീഗെയിൻ്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടല്ലേ, ഒരു ബോട്ടിലും അതിൻ്റെ കൂടെ സ്പ്രേ ചെയ്യാനുള്ള സ്പ്രേയും കൂടി ഉണ്ട് ഇങ്ങനെ. അത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഘടിപ്പിക്കും. മിനോക്സിഡിൽ 5% സൊല്യൂഷൻ നമ്മൾ മാക്സിമം 2 മില്ലി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് 1 മില്ലി രാവിലെയും അതേപോലെ തന്നെ 1 മില്ലി രാത്രിയും. ഇതിൻ്റെ ഇടയ്ക്ക് 12 മണിക്കൂറിൻ്റെ സമയം വേണം. അതായത് 1 മില്ലി രാവിലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത 1 മില്ലി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചു ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വരുന്നത് സ്പ്രേ ടൈപ്പാണ്. അതിൽ റീഗെയിൻ്റെത് നമ്മൾ 6 സ്പ്രേ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 1 മില്ലിയാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മില്ലി നമുക്ക് കിട്ടും. അങ്ങനെ 1 മില്ലി ഡ്രൈ ആയിട്ടുള്ള തലയോട്ടിൽ, അതായത് നനവ് പാടില്ല, ഡ്രൈ ആയിട്ടുള്ള തലയോട്ടിൽ ഇങ്ങനെ അടിക്കുക. എവിടെയാണ് നമ്മുടെ കഷണ്ടി ഉള്ളത് അവിടത്തേക്ക് അടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് രാത്രി ഇതുപോലെ തന്നെ 6 സ്പ്രേ അടിക്കുക, 1 മില്ലി വരും. അങ്ങനെ ഒരു ദിവസം മാക്സിമം 2 മില്ലി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഏകദേശം നമ്മളൊരു 2 മാസമെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പുതിയൊരു തലമുടി വളരുന്ന, അതായത് ഹെയർ ഗ്രോത്ത് കാണുന്ന സമയം വരെ നമ്മളിത് യൂസ് ചെയ്യണം. ഇതിന് ഏകദേശം ഒരു 2 മാസം എടുക്കും. കാരണം നമുക്കറിയാം ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. മിനോക്സിഡിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളതും അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിലുമുള്ള ആൾക്കാർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തലയിൽ ബാൻഡേജോ മറ്റോ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ സോറിയാസിസ്, ചൊറിച്ചിൽ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ട് മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ മിനോക്സിഡിൽ ഹെയർ റീഗെയിൻ പ്രോഡക്ട്സിൽ ഇതിൻ്റെ കൂടെ എത്തനോളും അതുപോലെ തന്നെ പ്രൊപ്പിലീൻ ഗ്ലൈക്കോളും വരുന്നുണ്ട്. ഇതിൽ എത്തനോള് നമുക്ക് ബേണിങ് സെൻസേഷൻ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ നമുക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ ഈ മിനോക്സിഡിൽ ഒരു വാസോ ഡയലേറ്ററും കൂടിയാണ്, അതായത് ഇതൊരു ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഏജൻറ്റും കൂടിയാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് സ്ട്രീമിൽ എത്തുവാണെങ്കിൽ, നമ്മളുടെ ബ്ലഡിലേക്ക് എത്തുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാനും അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ, അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് കൂടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചില ആൾക്കാരിൽ ഇത് സ്കിൻ റിയാക്ഷൻസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മിനോക്സിഡിൽ വാങ്ങിക്കുക. ഈ മുടി കൊഴിച്ചൽ പാരമ്പര്യമല്ല, അതുപോലെ തന്നെ തലയിലെ മുടിക്കൊപ്പം നമ്മുടെ മുഴുവൻ ദേഹത്തിലെ രോമം കൊഴിയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പെട്ടെന്ന് വന്നൊരു കൊഴിച്ചിൽ, കഷണ്ടി എന്നിവയാണെങ്കിലും ഈ മിനോക്സിഡിൽ ഉപയോഗിക്കാതിരിക്കുക. കഷണ്ടി കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇതൊരു ഉപയോഗപ്രദമായ വീഡിയോ ആണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.